സതീശൻ പാച്ചേനിയുടെ ജന്മദിനം ആചരിച്ചു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. അകാലത്തിൽ പൊലിഞ്ഞുപോയ കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ ജന്മദിനം ആചരിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ സതീശൻ പാച്ചേനി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സ്നേഹതീരം പരിപാടിക്ക് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് സ്വാഗതവും DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങ് പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. കുട്ടിയായ AV ശ്രീകണ്ഠ പൊതുവാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവിൻ തൈയാണ് ഇവിടെ നട്ടത് എന്ന് പറയുമ്പോഴാണ് ഈ മാവിൻ്റെ പച്ചപ്പിനെ, അതിൻ്റെ വ്യാപ്തിയെ, അതിൻ്റെ ജനകീയമായ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുക. അങ്ങനെ എന്നോട് AV തന്നെ പലവട്ടം പറഞ്ഞതാണ്, മറ്റു പലരും അത് ശരിവെച്ചിട്ടുമുണ്ടുള്ള. അങ്ങനെ ഒരു വിശാലമായ ലോകവീക്ഷണത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വേണം പ്രിയപ്പെട്ട സതീശനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രിയപ്പെട്ട അധ്യക്ഷൻ്റെയും മറ്റുള്ളവരുടെയും സംസാരത്തിൽ പാർലമെൻറ്റിലേക്കോ അങ്ങനെ പാർലമെൻ്ററി അന്തരീക്ഷത്തിലേക്കോ വരാത്തതിൻ്റെ ഒരു ഖേദം തീർച്ചയായും നമുക്കെല്ലാം ഉണ്ട്, വ്യക്തിപരമായി എനിക്കും ഉണ്ട്. പക്ഷെ അതല്ല പൊതുപ്രവർത്തനം എന്ന് ഞാൻ കരുതുന്നുണ്ട്. അത് മാത്രമല്ല പൊതുപ്രവർത്തനം. ഇത്രയും പേര് പ്രത്യേകിച്ചൊരു സമ്മർദ്ദവും ഇല്ലാതെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മയ്ക്ക്, ആ പച്ചപ്പിന് ആളുകൾക്കിടയിൽ ഇടമുണ്ട് എന്നാണ് അർത്ഥം. PT ഖദീജ ടീച്ചർ, MK രാജൻ, ET പത്മനാഭൻ, AK ശ്രീജ തുടങ്ങിയവരും ഓർമ്മകൾ അയവിറക്കി സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അതിക്രമിച്ചു കടന്ന് ഇവരെ തട്ടിക്കളയാൻ മരിക്കുന്നതിന് മുന്നേ അവസാന ആഗ്രഹം പറഞ്ഞു. തീർച്ചയായും പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് വേറെ ഓപ്ഷനേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. അപ്പൊ എങ്ങനെ വീട് പണി തുടങ്ങുമല്ലേ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.